ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം. ഇവിടെ മെയ് 1, 2, 3 ദിവസങ്ങളിൽ കേരള കത്തോലിക്ക സഭയ്ക്ക് അനുഗ്രഹമായി മാറിയ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ ആ ഫലം അനുഭവിച്ച അതിൻ്റെ നേതൃനിരയിലുള്ള കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ ഭാഗമായ നിരവധി പേരാണ്, ഏകദേശം 5000-ഓളം പേരാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരുമിച്ച് കൂടി കർത്താവ് കഴിഞ്ഞ 50 വർഷം നവീകരണ മുന്നേറ്റത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അഭിവന്യ പിതാക്കന്മാരുണ്ട്, അൽമായരുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ നവീകരണ മുന്നേറ്റം സഭയ്ക്ക് സമ്മാനിച്ച നന്മകൾ എന്ന് പറയുന്നത് അവർണ്ണനീയം തന്നെയാണ്. കത്തി ജ്വലിച്ച നവീകരണം എന്നതാണ് ഈ 1-ാം തീയതിയിലത്തെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളുടെ ആ ഒരു തീം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അനേകർ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെയും വിചിന്തനത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഒപ്പം തന്നെ ആലോചനകളുടെയും ഒക്കെ ഒരു വേദിയാകാൻ പോവുകയാണ് ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം. ഇവിടെ നടക്കാൻ പോകുന്ന ആ ചരിത്രപരമായിട്ടുള്ള ആ സംഗമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഈ ദിവസങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമുക്ക് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന് ആ ജൂബിലി ആഘോഷങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ആഹ്ലാദം പങ്കുവയ്ക്കാൻ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛൻ എത്രത്തോളം ഒരു സന്തോഷമുണ്ട്, ഒരു ആഹ്ലാദമുണ്ട്, പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിലേക്ക് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം കിടക്കുമ്പോൾ? 50 വർഷം തമ്പുരാൻ നൽകിയ കൃപകളെ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് നന്ദി പറയാനുള്ളൊരു അവസരമാണ്. ഇതൊരു ഒത്തുചേരലിൻ്റെ അവസരമാണ്. അതേസമയം തന്നെ ഇതൊരു തിരിഞ്ഞുനോട്ടത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും തിരുത്തലിൻ്റെയൊക്കെ ദിവസങ്ങളാണ്. നല്ലൊരു കുതിപ്പിന് ഇതൊരു കാരണമായിട്ട് മാറും. ഇത്രയും പേര് ഒരുമിച്ച് കൂടുമ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ദൈവം ഒരുമിച്ച് കൂട്ടി. കർത്താവ് പറയുന്നതാണല്ലോ, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവമാണ് ഈ ഒരു കൂടിവരവിന് കാരണമായത്. തൻ്റെ മക്കളെ വിളിച്ചു കൂട്ടി ഈ ഒരു കാലഘട്ടത്തിൻ്റെ അഭിഷേകം പേറുന്ന ശുശ്രൂഷകൾ നിർവഹിക്കാനായിട്ട് ദൈവം ഈ സംഗമത്തിലൂടെ സാധ്യമാക്കി തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു. അതിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറെ സ്നേഹപൂർവ്വം നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. കത്തോലിക്ക സഭ ഇന്ന്, പ്രത്യേകിച്ചും കേരള സഭ ഇന്ന് ആയിരിക്കുന്നതിൻ്റെ പുറകിലെ അടിസ്ഥാനം എന്നാണ് കരിസ്മാറ്റിക്. ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഈ നാട്ടിൽ രൂപപ്പെട്ടില്ലായിരുന്നെങ്കിൽ സഭ ഇന്ന് കടന്നു പോകുന്ന ഒരിടത്തും നമ്മൾ എത്തില്ലായിരുന്നു. ഇത് നമ്മുടെ സംസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിങ്ങനെ ഈ വാല്യൂസിനൊന്നും അത്ര വില കൊടുക്കാത്തൊരു സംസ്കാരമാണ്. ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു മേമ്പൊടിയുടെ ബലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്. അത് വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയൊരു അഭിഷേകത്തിലേക്ക് ചുവട് വെക്കാനുള്ളൊരു സമയം കൂടി. തീർച്ചയായിട്ടും 2033 മഹാജൂബിലി ആകുമ്പം ഈ കേരള സഭയിൽ നിന്ന് ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സംസ്കാരത്തെ, കൾച്ചറിനെ സാങ്ക്ടിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറേണ്ടതുണ്ട്. അതിനുള്ളൊരു തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ വലിയൊരു ഫലമാണ് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലെ ആ ദൈവശബ്ദം കൺവെൻഷനും ആ പ്രാർത്ഥനാ ശുശ്രൂഷകളും ഒക്കെ. ഇപ്പോൾ അതിൻ്റെ അമരക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. ജോസ് ബ്രദറെ, നമുക്ക് ഈ ഒരു നവീകരണ മുന്നേറ്റം ജൂബിലി ആഘോഷിക്കുകയാണ്. അപ്പോൾ ശക്തൻ മാർക്കറ്റിലെ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഒരു അമരക്കാരൻ എന്ന നിലയിൽ എന്ത് തോന്നുന്നു ബ്രദറെ? ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്നിട്ടുള്ള എല്ലാ വ്യക്തികളും ഒന്ന് ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ വചനം കേൾക്കുകയും അതുപോലെ ഒരുമിച്ച് ബലിയർപ്പിച്ച് കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് സ്വർഗത്തിൽ വളരെ ഒരു സ്വർഗീയ വിരുന്നിന് തുല്യമായിട്ട് തന്നെ ഇന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ്. അതിലെത്തിച്ചേരാൻ സാധിക്കാത്ത കുറേ പേര് ഇനിയും ബാക്കിയുണ്ടെന്നാണ് എൻ്റെ അറിവിൽ. എത്തിച്ചേർന്ന എല്ലാവർക്കും തന്നെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിന് 50-ാം വർഷ ജൂബിലി ആഘോഷത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകം ഇവിടെ സ്വാഗതം ചെയ്യാനൊക്കെ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ആളുകളെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ നേരുകയാണ് ദൈവശബ്ദം പ്രയർ ടീമിൻ്റെ പേരിൽ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കോർഡിനേറ്ററാണ് ഓൾ കേരള, സിസ്റ്റർ കൃപ FCC. നമ്മൾ സിസ്റ്റേഴ്സിനെ കാത്തു നിൽക്കുകയാണ്. 150ഓളം സിസ്റ്റേഴ്സാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർ പല സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ ഓരോ സ്ഥലങ്ങളിലേക്ക് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കരിസ്മാറ്റിക് മേഖലയിൽ ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഈ 50-ാം വർഷത്തെ സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കും. നമ്മൾ കരിസ്മാറ്റിക്കിൽ നമ്മൾ സിസ്റ്റേഴ്സ് ചെല്ലുന്നത് പല സോണിലും സബ് സോണിലും ഒക്കെ ചെല്ലുന്നു, കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. അതുവഴി ഒത്തിരി യുവജനങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട്, ദൈവവിളി സ്വീകരിച്ച് വരുന്നുണ്ട്.
അപ്പോൾ ദൈവവിളി സ്വീകരിച്ച് വരുന്നവർക്കും പുതിയ ഒരു മേച്ചിൽപ്പുറം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആയവർക്കും നമ്മളിങ്ങനെ ഓൾ കേരള സിസ്റ്റേഴ്സിൻ്റെ 24 മണിക്കൂറും 24 സോണുകളിൽ നമുക്ക് ശുശ്രൂഷകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും സിസ്റ്റേഴ്സിന് വേണ്ടി ഓൺലൈൻ ശുശ്രൂഷകളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനകൾ. അത് യൂറോപ്യൻ സിസ്റ്റേഴ്സിന് വേണ്ടിയും ആഫ്രിക്കൻ സിസ്റ്റേഴ്സിന് വേണ്ടിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ നേരം കർത്താവിന് വേണ്ടി മറ്റുള്ള ജനങ്ങൾക്ക് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും മറ്റു ജനങ്ങളിലേക്ക് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആ ശുശ്രൂഷയുടെ ആ ഒരു മാറ്റൊലി പങ്കുവയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ തന്നെ ദൈവവിളികൾ കുട്ടികളൊക്കെ വരുന്നുണ്ട്. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം നിരവധി യുവജനങ്ങളെയാണ് ഈശോയിലേക്ക് അടുപ്പിച്ചത്. നിരവധി യുവജനങ്ങളാണ് കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ജീവിതങ്ങളായിട്ട് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ടോമിച്ചനാണ്. ടോമിച്ചൻ നമ്മുടെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ യൂത്തിൻ്റെയൊക്കെ ഒരു കോർഡിനേറ്റർ കൂടിയാണ്. നമുക്ക് യൂത്തിന് കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം സമ്മാനിച്ച ആ ആത്മീയമായിട്ടുള്ള ഒരു നവീകരണം അതിനെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം 1976 മുതൽ 2026 വരെയുള്ള 50 വർഷക്കാലത്തിൻ്റെ ജൂബിലിയാണ് ഇവിടെ ആഘോഷിക്കുക. ഞങ്ങൾ YU4C സംബന്ധിച്ച് ഒരുപാട് അനുഗ്രഹം നിറഞ്ഞ നിമിഷമാണ്. കാരണം ഞങ്ങൾ YU4C ഫോം ചെയ്തിട്ട് ഏകദേശം വർഷങ്ങളാകുന്നു. ഈ കഴിഞ്ഞിടയ്ക്കാണ് നമ്മളിത് ഫോം ചെയ്തതിൻ്റെ ഒരു പ്രാപ്തിയിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതിന് വളരെ വലിയൊരു സന്തോഷമാണ്. ഞങ്ങൾ ജിസ് യൂത്തിനെ പോലെ തന്നെ വളർന്നു വരുന്ന യുവജന കൂട്ടായ്മയാണ് YU4C. കരിസ്മാറ്റിക്കിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അടുത്ത തലമുറയ്ക്ക് കരിസ്മാറ്റിക്കിനെ പകർന്നു നൽകാൻ പറ്റുന്ന രീതിയിലുള്ള യുവജനങ്ങളെ കണ്ടെത്തുന്ന ഞങ്ങൾ YU4C ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിൽ ഈ ഒരു കരിസ്മാറ്റിക്കിനോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ യുവത്വം കൂടുതൽ തീഷ്ണതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് തന്നെ വളരെ വലിയൊരു സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു സമാഗമമായ ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ആഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം.